ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മുടെ ലോയുടെ 50 days വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇന്ന് നമ്മളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ, പക്ഷേ അതിന് 6 മാർക്കാണ്. അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. എങ്ങനെ നമ്മളത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും, എന്നിട്ട് എന്താ കാര്യങ്ങൾ നമുക്ക് മാക്സിമം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് നല്ലൊരു കേസ് സ്റ്റഡിയാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് 6 മാർക്കും എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2023 ഏപ്രിലിൽ മോക്ക് ടെസ്റ്റ് സീരീസ് 1 ക്വസ്റ്റ്യൻ ആണ്. സോ അതൊരു ചെറിയ ക്വസ്റ്റ്യനാണ്, ചെറിയൊരു കാര്യം പറയുന്നു, അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും ഇതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാവുന്ന മാക്സിമം കാര്യം നമുക്ക് പ്രൊഫഷനായിട്ട് എഴുതണം, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലെ കാര്യം അനാലിസിസ് ആയിട്ട് എഴുതും, ആൻഡ് ദെൻ നമ്മൾ കൺക്ലൂഷൻ എഴുതും. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 3 സ്റ്റെപ്സ് നമ്മൾ ചെയ്യും. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പറയാം. കമോ. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ചെറിയ ക്വസ്റ്റ്യൻ ആണല്ലേ, എനിക്ക് വലുതായിട്ടൊന്നും ഇല്ല. ആക്ച്വലി 2 കാര്യം മാത്രം പറയുന്നുണ്ട്, എന്നിട്ട് നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾക്കത് വലിയ ക്വസ്റ്റ്യൻ എനിക്കറിയാം. എനിവേ, പഠിക്കാം. മിസ്റ്റർ ധീരജ്, ഓക്കെ, സോറി. Mr. Dheeraj was running a shop selling good quality washing machine അല്ലേ. നമുക്ക് മിസ്റ്റർ ധീരജ് ഉണ്ട്. ധീരജ് ഒരു ഗുഡ് ക്വാളിറ്റി വാഷിംഗ് മെഷീൻ്റെ ഒരു കട ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മിസ്റ്റർ വിശാൽ കെയിം ടു ഹിസ് ഷോപ്പ് ആൻഡ് ആസ്ക്ഡ് ഫോർ വാഷിംഗ് മെഷീൻ വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ വാഷിംഗ് വൂളൻ ക്ലോത്ത്സ് അല്ലെ. വൂളൻ ക്ലോത്ത്സ് കഴുകാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വിശാൽ ആരുടെ ചെല്ലുന്നത്, ധീരജിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. സോ പിന്നെ എന്താ സംഭവിച്ചത് നോക്കാം. മിസ്റ്റർ ധീരജ് ഷോഡ് ഹിം എ പർട്ടിക്കുലർ മെഷീൻ, ഒരു പർട്ടിക്കുലർ മെഷീൻ കാണിക്കുന്നു, വിച്ച് മിസ്റ്റർ വിശാൽ ലൈക്ഡ് ആൻഡ് പെയ്ഡ് ഫോർ ഇറ്റ് അല്ലേ. വിശാലിനത് ഇഷ്ടപ്പെട്ടു, വിശാൽ അത് പൈസ കൊടുത്തു മേടിച്ചു. ലേറ്റർ ഓൺ when the machine was delivered at Mr. Vishal's house, it was found that it was wrong machine and also unfit for the washing വൂളൻ ക്ലോത്ത്സ് അല്ലേ. പുള്ളിക്കാരൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് അത് വൂളൻ ക്ലോത്ത്സ് കഴുകാൻ പറ്റുന്ന മെഷീൻ അല്ല എന്ന്. ആൻഡ് he immediately informed Mr. Dheeraj about the delivery of wrong machine. Mr. Dheeraj refused to exchange the same, saying that the contract was complete after the delivery of washing machine and payment of price അല്ലേ. നിങ്ങൾ എനിക്ക് പൈസയും തന്നു, ഞാനത് ഡെലിവറിയും ചെയ്തു, ഈ കോൺട്രാക്റ്റ് ഇവിടെ കഴിഞ്ഞു, എനിക്കിനി നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല എന്നാണ് ധീരജ് പറയുന്നത്. ചോദിച്ച കാര്യം കൊടുക്കാതെ ഇരുന്നിട്ട് ധീരജ് പറയാൻ പറ്റത്തില്ലെന്ന്. ഇതാണ് ഇവിടെ നടക്കുന്നത്. വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻ ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഡിസ്കസ് വെദർ മിസ്റ്റർ ധീരജ് ഈസ് റൈറ്റ് ഇൻ റെഫ്യൂസിങ് ദ എക്സ്ചേഞ്ച് ഓഫ് ദ വാഷിംഗ് മെഷീൻ അല്ലേ. ധീരജിന് അങ്ങനെ റെഫ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. ഇത് ഹോൾ പ്രോസസ്സ് ചെയ്യുന്നതിന് നമുക്ക് 6 മാർക്സ് ആണ് അവർ പറയുന്നത്. സോ എങ്ങനെ തുടങ്ങാം. അപ്പം നമുക്കറിയാം ധീരജ് കൊടുത്തത് എങ്ങനെയാണ്, വിശാൽ പറഞ്ഞ സംഭവം തന്നെയാണ് ധീരജ് കൊടുത്തതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ വിശാൽ അത് വിശ്വസിച്ചു. ധീരജ് നമുക്ക് തരുന്നത് കറക്റ്റ് നമ്മൾ ചോദിച്ച കാര്യം തന്നെയാണെന്ന് വിശ്വസിച്ചു നമ്മുടെ വിശാൽ. സോ അങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യം കൊടുക്കുന്നത് സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ. സെല്ലറിൻ്റെ അടുത്ത് ബയർ വന്ന് എന്താണോ ചോദിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ആരുടെ ഡ്യൂട്ടിയാണ്, സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണെന്ന് നമുക്കറിയാം. ആ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15 ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 അല്ലേ അത് പറയുന്നത്. അതെ, എന്തെങ്കിലും ഒരു സാമ്പിളോ ഡിസ്ക്രിപ്ഷനോ വെച്ച് വിൽക്കുകയാണെങ്കിൽ ആ ഗുഡ്സ് ആ സാമ്പിളോ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം, ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ഗുഡ്സ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയല്ല വിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ബയറിനുണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. റെപ്യൂഡിയേറ്റ് ചെയ്യാം, ദ ഹോൾ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ബയറിനുണ്ട്. കാര്യം ബയർ എന്നൊരു കാര്യം ചോദിക്കുന്നു, അതല്ല നമ്മുടെ സെല്ലർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അധികാരം ആർക്കുണ്ട്? നമ്മുടെ ബയറിനുണ്ട്. ബയറിനത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെ അത് വേണമെങ്കിൽ അയാൾക്ക് റീഫണ്ട് ചോദിക്കാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ റെപ്യൂഡിയേറ്റ് ചെയ്ത് കളയാനും പറ്റും. എനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞ് പൈസ വെച്ചിട്ട് പോകാനും പറ്റും അല്ലേ. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സെക്ഷൻ 15 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് സെക്ഷൻ എന്താ, സെക്ഷൻ 16 സബ്സെക്ഷൻ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പർപ്പസിനാണ് നമ്മൾ ചെന്നിട്ട് ഒരു ഗുഡ്സ് ചോദിക്കുന്നെങ്കിൽ ആ പർപ്പസ് നമ്മൾ നമ്മുടെ സെല്ലറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മുടെ സെല്ലറിനെ വിശ്വസിച്ച് സെല്ലർ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ടും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ സെല്ലറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇന്ന സാധനം വേണമെന്നല്ലേ. അപ്പം സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ് നമുക്ക് ആ ഒരു പർപ്പസിനുള്ള ഗുഡ്സ് വിൽക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 16 സബ്സെക്ഷൻ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം 2 സെക്ഷനും ഇതിനകത്ത് കണക്റ്റ് ആവുന്നില്ലേ? ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വിൽക്കണം, അതായത് വൂളൻ ക്ലോത്ത് കഴുകാൻ പറ്റുന്ന മെഷീനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആരാണടാ ധീരജ് വിൽക്കുന്നത് അല്ലേ. ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചല്ല വിൽക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ വിശാൽ കറക്റ്റ് പർപ്പസ് ഓഫ് ദി ഗുഡ്സ് പറയുന്നുണ്ട്. അത് നമ്മുടെ സെല്ലറിനെ വിശ്വസിച്ച് പറയുന്നത്, പുള്ളി അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ള വിശ്വസിച്ച് പറയുന്നുണ്ട്. സോ 2 സെക്ഷൻസാണ് നമുക്കിതിനകത്ത് വരുന്നത്. നമ്മൾ ചിന്തിക്കുക 6 മാർക്കാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച പ്രൊവിഷനിൽ ഈ പറയുന്ന ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 പ്രൊവിഷൻ കിട്ടി. ആ 2 പ്രൊവിഷനും നമുക്ക് എഴുതണം അല്ലേ. ആൻഡ് നമുക്കറിയാം വാട്ട് ഈസ് അനാലിസിസ്. നമ്മുടെ ധീരജ് റോങ് മെഷീൻ വിൽക്കുന്നു, വിശാൽ ഒരു പർപ്പസ് പറയുന്നു, അതിൻ്റെ റോങ് ആയിട്ടുള്ള പർപ്പസിലുള്ള ഗുഡ്സ് വിൽക്കുന്നു, പുള്ളിക്കാരൻ റീഫണ്ടും ചെയ്യുന്നില്ല, എക്സ്ചേഞ്ചും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അനാലിസിസ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് ദി അനാലിസിസ് അല്ലേ. അത് നടക്കുന്നു. ആൻഡ് കൺക്ലൂഷനിലോട്ട് പോവാം. കൺക്ലൂഷനിലോട്ട് പോകുമ്പോൾ എന്താ, നമ്മുടെ പ്രൊവിഷൻ അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? പറ്റുമോ ധീരജിനകത്ത് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അതായത് ധീരജിന് റീഫണ്ട് കൊടുത്തേ പറ്റുമോ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിശാൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യും. ഇതാണ് എന്നത് പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോൾ സ്റ്റോറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ എഴുതി പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്ന് നോക്കാം. ഏതൊക്കെ സെക്ഷൻ വൈസ് എഴുതുമ്പോഴാണ് നമുക്ക് മാർക്സ് കിട്ടുന്നത്. പ്രൊവിഷൻ എഴുതുമ്പോൾ ഈ 2 സെക്ഷൻ എഴുതുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 3 മാർക്സ് അതിന് കിട്ടും. അനാലിസിന് 1 മാർക്ക് ആൻഡ് ദ കൺക്ലൂഷൻ വി വിൽ ഗെറ്റ് 2 മാർക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം നമ്മൾ എന്താ എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതും, പ്രൊവിഷൻ എഴുതും. ഇഫ് യു നോ അബൌട്ട് സം ഹെഡിങ്സ്, ഇതിന് നമുക്ക് എന്തെങ്കിലും ഹെഡിങ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില പ്രൊവിഷനിൽ നമുക്കറിയാം നമുക്ക് ഹെഡിങ്സ് കാണും. അങ്ങനെ എന്തെങ്കിലും ഹെഡിങ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഹെഡിങ് എഴുതിക്കോ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഹെഡിങ് ഒന്നും എഴുതുന്നില്ല, നമ്മൾ ജസ്റ്റ് പോവുക, പ്രൊവിഷൻ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. അപ്പം നമുക്ക് അറിയാം ഏത് സെക്ഷനാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 15 ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. എന്താ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 15 അനുസരിച്ച് എന്താണ്, whenever the goods are sold as per sample as well as by description, എന്താണ് the implied condition. അവിടുത്തെ implied condition എന്താണ്? Implied condition is that the goods must be correspond to the sample as well as by ഡിസ്ക്രിപ്ഷൻ അല്ലേ. അവിടുത്തെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. അവിടെ ആരും പറയുന്നില്ല, അത് എക്സ്പ്രസ്ഡ് അല്ല, അവിടെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ല. അവിടുത്തെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. എന്തെങ്കിലും ഒരു സാമ്പിളോ ഡിസ്ക്രിപ്ഷനോ പറഞ്ഞിട്ടാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ ആ ഗുഡ്സിന് ആ സാമ്പിൾ അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കണം. അവിടുത്തെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ഈ ഇംപ്ലൈഡ് കണ്ടീഷൻ ബ്രീച്ച് ആയാലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ബയ്യറിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് എഴുതണം. ഓഫ്കോഴ്സ് നമുക്ക് എഴുതണം അല്ലേ. But if the goods are not sold as per the sample description, the buyer have the right to repudiate the contract. ഇതല്ലേ സെക്ഷൻ 15. നമുക്കറിയാവുന്ന സെക്ഷൻ 15 ഇതല്ലേടാ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 15 എന്ന് പറയുന്നത് ഇതാണ്. ഗുഡ്സ് സാമ്പിളും ഡിസ്ക്രിപ്ഷനും അനുസരിച്ച് വിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്, ആ സാമ്പിളും ഡിസ്ക്രിപ്ഷനും അനുസരിച്ചായിരിക്കണം ആ ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ, ബയറിനെ റെപ്യൂഡിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 നമ്മൾ എന്താ പഠിച്ചേ, whenever the buyer makes known to the seller about the purpose for which the goods are required, ഗുഡ്സ് എന്തിനാണ് വേണ്ടതെന്നുള്ള പർപ്പസ് സെല്ലറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് റിലൈസ് ഓൺ ദി
റിലൈസ് ഓൺ ദി ജഡ്ജ്മെൻറ്റ് ഓൺ ഹിസ് ജഡ്ജ്മെൻറ്റ് അല്ലെ, പുള്ളിക്കാരൻ ജഡ്ജ് ചെയ്ത് വെക്കും. ഓക്കെ, പുള്ളിക്കാരൻ സെല്ലർ തരും എന്നുള്ള ജഡ്ജ്മെൻറ്റ് ആർക്ക് കാണും? നമ്മുടെ ബയറിനും കാണും. ആൻഡ് സ്കിൽ ഓഫ് സെല്ലർ റിലൈസ് ഓൺ ഹിസ് ജഡ്ജ്മെൻറ്റ് ആൻഡ് സ്കിൽ ഓഫ് ദി സെല്ലർ. സെല്ലർ തരും എന്നുള്ള വിശ്വസത, അത്രയുള്ള സെൻറ്റൻസിന് മീനിങ് അല്ലേ. വിശ്വസതയോടെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ എന്താണ്? ടു സപ്ലൈ സച്ച് ഗുഡ്സ് വിച്ച് എന്താണ് ഫിറ്റ് ഫോർ ദി പർപ്പസ് അല്ലേ. ഫിറ്റ് ഫോർ ദി ഇതിൽ നമ്മൾ പഠിച്ച രണ്ടാമത്തെ സെക്ഷൻ 16 എന്താണ് പറയുന്നത്? whenever the buyer makes known to the seller about the purpose of which the goods are procured and relies on his judgment and skill of the seller, it is a duty of the seller to supply the goods which are better for that purpose അല്ലേ. അങ്ങനെയാണ് ഈ നമ്മുടെ രണ്ട് പ്രൊവിഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. സോറി, ആദ്യം ചെറുതും പിന്നെ വലുതൊക്കെ പോയി, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളൊരു പ്രൊവിഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? വി മസ്റ്റ് അണ്ടർലൈൻ ദ മെയിൻ പോയിന്റ്സ് അല്ലേ. നമുക്ക് മെയിൻ പോയിന്റ്സ് പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കാം. ഇതിനകത്ത് എന്താണ്? whenever the goods are sold as per the sample and description, it is implied condition എന്നുള്ളത് നല്ലപോലെ അണ്ടർലൈൻ ചെയ്യുക. must be correspondent, the goods must be correspondent. not sold as per the sample ആണ് എന്താണ്? the buyer has the right to repudiate the contract. അണ്ടർലൈൻ ചെയ്ത് അടുത്തലോട്ട് വരുമ്പോൾ എന്താ? the buyer makes known to the seller about the purpose of the goods are procured, that is a duty of the seller to supply such goods which are fit for the purpose. അത് കഴിഞ്ഞ് ആ സ്റ്റെപ്പും കഴിഞ്ഞു. നമുക്കിനി അനാലിസിസ് എഴുതാം. അനാലിസിസ് എഴുതുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് വിത്ത് അനാലിസിസ്. അത് നമ്മൾ എഴുതണം. അത് നമ്മൾ പറ്റുന്നതും ചെറുതാക്കി എഴുതിക്കണമെങ്കിൽ അതിനൊരു മാർക്ക് കിട്ടത്തുള്ളൂ. നല്ല വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്ന നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 മാർക്ക് 2 മാർക്കൊക്കെ കിട്ടും. അപ്പോൾ അറിയാം, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. നമുക്ക് സെക്ഷൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്താ എഴുതുക? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, ഈ ക്ലാസ്സിൽ ചോദിക്കണം. കഴിഞ്ഞ ക്ലാസ് മിസ്സായവർ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, സെക്ഷൻ അറിയില്ലെങ്കിൽ എന്താ എഴുതുക? നമുക്കറിയാം സെക്ഷൻ അറിയാമെങ്കിൽ നമ്മൾ എഴുതും ആസ് പെർ ദി സെക്ഷൻ 15 അല്ലെ ആസ് പെർ ദി സെക്ഷൻ 16 സബ്സെക്ഷൻ 1 എന്ന് നമ്മൾ എഴുതും. അറിയില്ലെങ്കിൽ എന്താ? അക്കോർഡിംഗ് ടു ദി റെലവൻറ്റ് സെക്ഷൻ ഓഫ് ഏത് ആക്ടാണെങ്കിൽ ആ ആക്ട്. അതറിയാലോ. സോ അനാലിസിസ് ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ഇൻ ദ ഗിവൺ കേസ്. ഓക്കെ, ഇൻ ദ ഗിവൺ കേസ് പിന്നെന്താണ് സംഭവിക്കുന്നത്? മിസ്റ്റർ വിശാൽ ഇൻഫോംഡ് മിസ്റ്റർ ദീപക് ആണ് ധീരജ് that he wanted a machine which is suitable for washing woolen clothes അല്ലേ, woolen clothes. But Mr. Dheeraj എന്താണ് sold a machine which is കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, machine which is not suitable for that purpose അല്ലേ, which is not suitable for that purpose. So Mr. Vishal അല്ല, അതുപോലെ മിസ്റ്റർ ധീരജ് എന്ത് ചെയ്തു? refused to refund the price given by Mr. Vish. ഇതെല്ലാം നടക്കുന്നത് പറ്റില്ല ധീരജ് പറഞ്ഞു, പൈസ തരത്തില്ല ധീരജ് പറഞ്ഞു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ നടക്കുന്ന കാര്യം. ചെറിയൊരു സംഭവമാണ് നടന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് മെയിൻ പോയിന്റ്സ് അടയാളപ്പെടുത്താം. വാണ്ടഡ് എ മെഷീൻ സ്യൂട്ടബിൾ ഫോർ വാഷിംഗ് വൂളൻ ക്ലോത്ത്സ്. പിന്നെന്താ? സോൾഡ് എ മെഷീൻ വിച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ വൂളൻ ക്ലോത്ത്സ് ആൻഡ് റിഫ്യൂസ് ടു റീഫണ്ട് അല്ലേ. ഇത്രയാണ് നടന്നത്. 3 വരെയാണെന്നുള്ളൂ. അടുത്ത നമുക്കറിയാം നമ്മൾ എന്താ അടുത്ത സെക്ഷനിൽ ഏതാണ് എഴുതേണ്ടത്? കൺക്ലൂഷൻ, ദ മെയിൻ തിങ്, ദ ക്ലൈമാക്സ്. അത് കറക്റ്റായിട്ട് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. കൊള്ളാല്ലേ ഇത്? ഇവിടെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ, കൺക്ലൂഷനിൽ എന്താണ് എഴുതേണ്ടത്? കൺക്ലൂഷനിൽ നമുക്ക് എന്താണോ അവസാനമായിട്ട് എന്തുവാ പ്രൊവിഷൻ അനുസരിച്ച് എന്താണ് ഈ അനാലിസിസിൻ്റെ ബേസിൽ എന്താണ് നമുക്കൊരു ഉത്തരത്തിലോട്ട് എത്തുന്നതെന്നുള്ള കാര്യമാണ് നമ്മുടെ കൺക്ലൂഷൻ നമ്മൾ എഴുതുന്നത് അല്ലേ. നമുക്ക് കൺക്ലൂഷനിലോട്ട് പോവാം. പറയാം, കൺക്ലൂഷൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ബേസ്ഡ് ഓൺ ദി എബവ് പ്രൊവിഷൻ. എന്താണ് എബവ് പ്രൊവിഷൻ അനുസരിച്ച് എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വിൽക്കണം എന്നുള്ളത്. ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വിൽക്കണം എന്നുള്ള ഇംപ്ലൈഡ് കണ്ടീഷൻ ബ്രീച്ച് ആയില്ലേ? ആ ബ്രീച്ച് എന്നുള്ള വേർഡ് നമ്മൾ കറക്റ്റ് അവിടെ എഴുതണ്ടേ? യെസ്, അവിടെ എന്താ? ദെയർ ഈസ് എ ബ്രീച്ച് ഓഫ് ആസ് ടു എന്താണ്?
സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ അല്ലടാ, അതിൻ്റെ കണ്ടീഷൻ അല്ലടാ ബ്രീച്ച് ആയത്, അത് എഴുതാം. എഴുതിയിട്ടുണ്ടെങ്കിൽ therefore Mr. Vishal can ask for refund or exchange or he can repudiate the contract. ഈ 3 കാര്യങ്ങൾ നമ്മുടെ വിശാലിന് ചെയ്യാൻ പറ്റും അല്ലേ? ഇതല്ലേ നമ്മുടെ കൺക്ലൂഷൻ. അതായത് സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇംപ്ലൈഡ് കണ്ടീഷൻ, അത് ബ്രീച്ച് ആയെന്ന് നമുക്കറിയാം, അത് എഴുതുക. അതുകൊണ്ട് എന്താ വിശാലിന് എന്തൊക്കെ ചോദിക്കാം? റീഫണ്ട് വേണേൽ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഹി ക്യാൻ റെപ്യൂഡിയേറ്റ് ദി കോൺട്രാക്ട് അല്ലേ? അതിൽ സെല്ലറിനൊരു റൈറ്റും ഇല്ല, പുള്ളിക്കാരൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി പുള്ളിക്കാരൻ തെറ്റിച്ചത് കൊണ്ടാണ് ബയ്യറിന് ഈ പറയുന്ന റൈറ്റ്സ് എല്ലാം വരുന്നത്. സോ നമുക്കറിയാം ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ ആ മാർക്കിനനുസരിച്ച് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഇത് നോക്കി കാണാം, എങ്ങനെ ഇതിലേക്ക് എത്താം എന്ന് നമുക്ക് മനസ്സിലല്ലേ? പ്രൊവിഷൻ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 3 മാർക്സ് കിട്ടും, അനാലിസിസിന് നിങ്ങൾക്ക് 1 മാർക്കും കിട്ടും, ആൻഡ് ദ കൺക്ലൂഷൻ വി വിൽ ഗെറ്റ് 2 മാർക്സ് അല്ലേ? കിട്ടൂലേ? ആൻഡ് ഇങ്ങനെ ഓർഡർ ആയിട്ടൊക്കെ എഴുതുമ്പം വരച്ചിട്ടൊക്കെ എഴുതുവാണെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരാൻ അവർക്കൊരു ത്വരയും കൂടെ വരും. സോ ഇങ്ങനെ തന്നെ ചെയ്യും. ആൻഡ് നമുക്കിപ്പോൾ ഇത്രയും കണ്ടു, നമുക്കിനി ICAI പ്രൊവൈഡ് ചെയ്ത ആൻസറും കൂടെ നോക്കാം അല്ലേ? അവരങ്ങനെ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ എന്നുള്ള ഓർഡറിലൊന്നും അല്ലെന്നേ ഉള്ളൂ. നോക്കിക്കോ, 2 സെക്ഷൻസും അവർ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ അനാലിസിസ് ഈസ് ഹിയർ ആൻഡ് ദി കൺക്ലൂഷൻ ഈസ് ഓൾസോ ദെയർ. വേണമെങ്കിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ആകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, എടുത്തോ. ഓക്കെ. ആൻഡ് നിങ്ങളിപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്മ്യൂണിറ്റിയിൽ നേരത്തെ വരുന്നുണ്ടായിരിക്കും, നിങ്ങളത് കാണുന്നുണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് ആൻസർ എങ്ങനെയാണ് നോക്കി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടും. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് മറക്കരുത്. ഈ പറയുന്ന എന്താണ് സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 15 ആണെന്നും, അതുപോലെ തന്നെ മറ്റേ പർപ്പസ് പറയുമ്പോൾ പർപ്പസിന് വിൽക്കണം എന്നുള്ള ഡ്യൂട്ടി ഏതിലാണ്? സെക്ഷൻ 16 സബ്സെക്ഷൻ 1 മറക്കരുത്. നല്ല കളറല്ലേ? ശരി, ബൈ ഗൈസ്.